ഇപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ രാത്രി ഒരു വാക്കിന് ഇറങ്ങിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പറ്റിയെങ്കിൽ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് പോകണം എന്നാണ് നമ്മൾ പ്ലാൻ. നമ്മൾ റോഡിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ കാണി ചേച്ചിമാരെല്ലാം നമ്മളെ നോർമൽ മസാജിങ് ഇവിടെ ഇന്നോവ ടാക്സി പോകുന്നു, അവിടുന്ന് ഏതാ കൊറോള ടാക്സി വരുന്നു. ഇവിടെ ടെസ്ല കണ്ടു കേട്ടോ. ഞാൻ 2-3 ടെസ്ല ഇപ്പോൾ ഞാൻ കണ്ടു. ഇത് പ്രവർത്തിക്കണം അങ്ങനെ അത് ഇങ്ങനെ ഇവിടുത്തെ പ്രവർത്തന രീതികളോ അറിയില്ല. നമ്മൾ US അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ പ്രവർത്തിക്കണം, അതൊരു ഓട്ടോമാറ്റിക്കലി ഓടുന്ന വണ്ടികളാണല്ലോ. എനിക്കറിയില്ല. സംഭവം ടെസ്ല തന്നെയാണ് അത്. നമ്മളെ എക്കോ സ്പോട്ട് പോകണ്ടല്ലോ. കിങ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇത് ഈ റോഡിൽ നമുക്ക് ഇഷ്ടമാതിരി റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളും കാണാൻ സാധിക്കും കേട്ടോ. എന്തായാലും ഈ സിഗ്നലിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് പോകാം. സ്ട്രെയിറ്റ് പോയാൽ നമ്മൾ കടപ്പുറമാണ്. അവിടുന്ന് ആ റോഡ് നമുക്ക് നേരെ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്കിംഗ് സ്ട്രീറ്റിന് ഈ സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ ഇന്ന് ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കോറൽ ഐലൻഡിലേക്ക് പോകാൻ അവിടുന്നാണ് ബോട്ടിംഗ് ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻഡിൽ കൂടെയാണ് അവിടെ ബോട്ടിങ് കാര്യങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട്. മോർണിംഗിലത്തെ സംഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ മാങ്ങയ്ക്ക് ഒരു 80 ബാത്ത് 100 ബാത്തൊക്കെയാണ്. അതാണ് മാങ്ങ ഇവിടുത്തെ സംഭവം. നല്ല ഭംഗിയിലെ മാങ്ങയൊക്കെ തന്നെയാണ്. ഇവിടെ 80 ബാത്തിന് ഞാൻ നമ്മളവിടെ ഒരു 150 രൂപയോളം നമുക്ക് വിലയായി. അതെ, നമ്മുടെ സ്വിഫ്റ്റ് വണ്ടി, ഫോർച്യൂണർ. ഇവിടെ ദോശ കിട്ടുന്നതാണ്, അത് നമ്മൾ ലക്സസ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ ലെഫ്റ്റ് പോവാം, ഈ കാണുന്ന റോഡിൽ കൂടെ പോവാം. ഞങ്ങൾ ഇന്നലെ ഈ വഴിയാണ് പോയത്, പട്ടായ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടെ. അങ്ങനെ നമുക്ക് തിരിച്ച് ഈ റോഡിൽ കൂടെ പോവാം. ഏത് സ്ട്രൈറ്റ് പോവാം. ഈ വണ്ടി ഇവിടുത്തെ നമ്മൾ ടുക്ക് എന്ന് പറയില്ല, നമ്മളെ നാട്ടിലെ ചിലവക. ഇപ്പോൾ ഒരാളിപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രൈറ്റ് പോകണം, 10 ബാത്ത് മേടിക്കും അവർ ഒരാൾക്ക് കേട്ടോ. ഇവിടുത്തെ സീബ്ര ക്രോസിംഗ് ആണ് കാണുന്നത്. അപ്പോൾ സീബ്ര ക്രോസ് ചെയ്യാം. ക്യാമറി. ഫ്രണ്ട്സ്, എനിക്ക് വണ്ടി ഭ്രാന്തില്ല കാരണം ഞാൻ വണ്ടികളുടെ പേരൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നമുക്ക് കുറച്ച് ആ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തട്ടെ. ആ നേരെ മുന്നിൽ ലൈറ്റ് കാണുന്ന ഒരു ബീച്ചിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അല്ല ഇവിടെ വണ്ടികളുള്ളവർ ഇങ്ങനെ ബാക്ക് കച്ചവടം നടത്തുന്നുണ്ട്. ഒരു ബൈക്ക് ഉണ്ടാവും, നമ്മളിവിടെ ഉന്തുവണ്ടി ഉണ്ടാവുമല്ലോ, ഉന്തുവണ്ടിയുടെ സൈഡിൽ അവരൊരു ബൈക്ക് കെട്ടി വെച്ചിട്ട് അതിലാണ് അവർ കച്ചവടം. ഇത് മാത്രമല്ല, ഒരുവിധമല്ല പച്ചക്കറി തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കച്ചവടം ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ ഓൾമോസ്റ്റ് ബീച്ച് ഏരിയയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അപ്പോൾ നമുക്ക് ബൈക്കെല്ലാം സ്കൂട്ടിയെല്ലാം റെൻറ്റിന് കിട്ടും കേട്ടോ. ഇപ്പോൾ ഫോറിനേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ട് സ്കൂട്ടി റെൻറ്റിന് എടുക്കും. എന്നിട്ട് അതിലൊക്കെയാണ് അവരെ കറക്കം. എന്തായാലും നമുക്ക് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. റോഡ് ക്രോസിങ് ഇവിടെ ഒരു കറക്റ്റ് സീബ്ര ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന നമ്മളെ ഹിൽട്ടൺ ഹോട്ടലാണ്, അത് ഹിൽട്ടൺ 5 സ്റ്റാർ ഹോട്ടൽ. നമുക്ക് ഇനി റോഡ് ക്രോസ് ചെയ്യണം. ഈ സ്കൂട്ടർ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം.
എന്തോ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്റ്റേജാണ് സംശയമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മളെ ബീച്ച് കണ്ട ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെന്തോന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ ക്യൂണ ആരെങ്കിലും ആയിരിക്കും. ഇതിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഇവിടെ പ്ലൈവുഡ് ഇട്ട സ്ഥിതിക്ക് കാൽമ മണ്ണ് ആവില്ല. ഓ ഇത് തിരിയുണ്ടല്ലോ, അത് തിരിയുണ്ട്. വേറെ ഇതും തിരിയുണ്ടായില്ല, ഇത് മാത്രം തിരിയണ. കാറ്റ് തിരിയണാണോ? നല്ല വലിയൊരു സ്ട്രെച്ച് ബീച്ചാട്ടത്. അവിടെ ഹോളിഡേ ഇൻ, നമ്മളെ കോഴിക്കോടല്ല എറണാകുളത്തുണ്ട് ഹോളിഡേ ഇൻ. നമുക്കിവിടെ ഓപ്പൺലി ഇരുന്ന് ബിയർ കുടിക്കാം, എന്തും ചെയ്യാം. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചൊന്നും അറിയില്ല. കണ്ട ഇവിടെ പെണ്ണുങ്ങളായാലും എല്ലാവരായാലും അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇവിടുന്ന് ഇതിന് റോഡ് സൈഡിലും കച്ചവടങ്ങളും നമുക്ക് കാണാം. നമുക്ക് വേണമെങ്കിൽ ഇനി ഈ ഭാഗത്ത് കണ്ടില്ലേ ബീച്ച്, ഇപ്പോൾ നമ്മൾ കാണാത്തല്ലോ, അത് കുഴപ്പമില്ല. നമുക്ക് ഇനി കുറച്ച് നടക്കാം. ഓക്കെ, കണ്ട ഫ്രണ്ട്സ്, അതിൻ്റെ ബന്ധപ്പെട്ട എന്തോ സംഭവമാണിത്. നോങ് നൂച്ച് പട്ടായ. അവിടെ നാളെ നമ്മൾ പോകണ്ടിട്ടാ. അപ്പോൾ നാളെ അതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കണമായിരിക്കും. അത് നല്ലൊരു സംഭവം എന്നാണ് പറഞ്ഞിട്ടാ. ഡൈനോസർ വായ തുറന്ന് വെച്ചിട്ടുണ്ടല്ലോ, വേറെ പണിയൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇഷ്ടംമാതിരി ഹൈലക്സ് വണ്ടികൾ കാണാം കേട്ടോ. എല്ലാം ഈ പിക്കപ്പാണ്, ഇവിടുത്തെ പിക്കപ്പായിട്ട് ഓടുന്ന വണ്ടികളുണ്ടത്. ഇത് മിസ്റ്റുബിഷിയാണ്. അത് ബീച്ചിൻ്റെ ഏരിയ കാരണം നിറച്ച് ബാറ് പബ്ബ് പോലത്തെ സാധനങ്ങളും ഒക്കെ ഉള്ളത്. ഇവിടെ ബർഗർ കിങ്. ബർഗർ കിങ് ഇവിടെ 24 hours ആണ് കേട്ടോ. അതൊന്നും പൂട്ടണ ആവശ്യമില്ല. അങ്ങനെ ഇവിടെ 24 മണിക്കൂർ ഇവിടെ ആൾക്കാരുണ്ടാവും നടത്തും. ഇതുണ്ടാവും ഇവിടുത്തെ ടുക്ക് ടുക്ക് പോലത്തെ വണ്ടി. അടിപൊളി ബസ്സാണ്. ഇതൊന്നും വോൾവോ അല്ല കേട്ടോ, ഇവിടുത്തെ ഇതൊരു ബസ്സാണ്. ഇവിടുത്തെ ആണോ ഇനി ചൈനയിൽ നിന്ന് വരുന്ന ബസ്സാണോന്ന് അറിയില്ല. കിങ് ലോങ് എന്ന് പറഞ്ഞ ബസ്സിൻ്റെ പേര്. എന്തായാലും ഇനി കുറച്ച് മുന്നോട്ട് പോട്ടെ. ഇങ്ങനെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു 2 മണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ട് മാറും. നോക്കട്ടെ. ബട്ട് എല്ലാം നിങ്ങളെ കാണിക്കണം എന്നുണ്ട് തന്നെ. ഹൈഡ്രോജനിൽ പോണ വണ്ടി, H2O പോണ വണ്ടി, കൊറോളയുടെ ടൊയോട്ടയുടെ. ഈ റോഡ് നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇവർ ഷർട്ടൊന്നും വേണ്ട, ഇവർ നേരെ ജോഗിങ് ആണ്. ഫോറിനേഴ്സേ സെൻട്രൽ പട്ടായ, ഹിൽട്ടൺ എല്ലാം ഒരു ദില കോംപ്ലക്സിലാണ് കാണുന്നത്. എന്തത് ഇവിടെ ഡാൻസ് കളിക്കേ, ആർക്കറിയാം. ഇതിൻ്റെ അടിയിൽ എന്തൊരു ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, സാറില്ല, നമ്മളറിയാതെ ചവിട്ടിയതാണ്. നമ്മളറിഞ്ഞിട്ട് ആർക്കും ബോധ്യം. പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ, പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക.
ഗ്രാമത്തിൻ്റെ ഉള്ളിൽ സ്കൂട്ടർ ഓടിക്കാൻ തെറ്റാണ്. അത് ഇവിടുത്തെ ആൾക്കാർ കാണുന്നതാണോ? കണ്ടോ, സെൻട്രൽ പട്ടായ. ഈ കുറേയൊക്കെ കടലിൻ്റെ ഉള്ളിൽ വഞ്ചിയോള് കിടക്കുന്നത് എന്താ സംഭവം എനിക്ക് അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. വായോ നടക്കേനെ. നമ്മൾ നടന്ന ഇതേ കണ്ട പട്ടായ സിറ്റി നിങ്ങൾക്ക് കാണണ്ടോ? പട്ടായ സിറ്റി നമ്മളിന്ന് രാവിലെ പോയ സ്ഥലമാണത്. കോക്ടെയിൽ രാവിലെ ഇങ്ങനെ ഇവിടെ സംഭവങ്ങൾ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈസി ചെയർ പോലത്തെ സംഭവം കടൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടേ. ഇതെന്താ പോലീസ് വണ്ടിയാണോ അത്? ഇവിടുത്തെ പോലീസാണോ അത്? ആർക്കറിയാം. പോലീസിനെ ഏതാ വണ്ടി? ഓ സിമ്പിൾ ഹൈലക്സ്. ഇവിടെ ഈവനിങ് സമയമാകുമ്പോൾ ഫ്രണ്ട്സും ഫാമിലീസായിട്ട് ആൾക്കാർ വന്നിരിക്കുക, വർത്താനം പറയുക, എൻജോയ് ചെയ്യുക, വേണമെങ്കിൽ 2 ബീർ കഴിക്കുക. അതെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. പോലീസ് ഇവിടെ എന്ത് ചെയ്തു? കയ്യോടെ ഈ കാണുന്ന വണ്ടികളെല്ലാം ലോക്ക് ചെയ്തു. ഇനി ഇവർക്ക് ഫൈൻ അടച്ചാൽ മാത്രമേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെയുണ്ട് അങ്ങനെ ലോക്ക് ചെയ്യുന്ന സംഭവം എല്ലാം ഇവിടെയുണ്ട്. പോലീസുകാരും സ്കൂട്ടറിലൊക്കെ ഇട്ടത്. പോലീസിൻ്റെ സ്കൂട്ടറാണ്, 2-3 ഉണ്ട്. ഈ സമയത്ത് ഇവിടെ ഓൾറെഡി ബ്ലോക്കുള്ള സമയമല്ലേ, തിരക്ക് കൂടുതലുള്ള സമയമല്ലേ. ആ കാരണം കൊണ്ട് ഇവിടെ വണ്ടികളൊന്നും നിർത്താൻ പാടില്ലായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇസ്താംബുൾ ടർക്കിഷ് റോൾ ഉപയോഗി കണ്ടപ്പോൾ ഒരാഗ്രഹം, എന്താ സംഭവം ഒന്ന് കഴിക്കണം ഒരാഗ്രഹം. എന്താ റേറ്റ് പറയുന്നതാണോ? ബീഫ് കബാബ്, ബ്രെഡ് റോള്, ആവശ്യത്തിന് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്താ ഒരു സംഭവം, എന്താ ഇങ്ങനെ സംഭവം ഉണ്ടാക്കണം കേട്ടോ. എന്തായാലും ഒരു റോൾ നമുക്ക് മേടിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ പേയ്മെൻറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് പാഷ കബാബ് ആൻഡ് പിസ്സ. നമ്മൾ കണ്ടാൽ നമ്മൾ ആ ചിഹ്നം കണ്ടാൽ അറിയാം നമ്മൾ ടർക്കിഷാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 2 റോള് പറഞ്ഞിട്ടുണ്ട്. 2 റോളിന് നമുക്ക് 280 ബാത്താണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് കഴിക്കാം. ഈ മോളുടെ ഒരു കൗണ്ടർ തന്നെയാണിത്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ഏരിയ മൊത്തം ഈ ഈറ്ററീസാണ്. ടാക്കോ ബെൽ, ബർഗർ കിങ്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിനു വേണ്ടി മാത്രം അവർ ബിൽഡിങ്ങിലാക്കി വെച്ചേക്കുക. അതിൽ തിരക്കുണ്ട് കേട്ടോ അവിടെ. മീൻസ് വാക്കിംഗ് സ്ട്രീറ്റ് 24 hours പറഞ്ഞിട്ട്, മീൻസ് സ്റ്റോപ്പ് ആവില്ലാന്ന് പറഞ്ഞേക്കുന്നത്. നൈറ്റ് മൊത്തം ഉണ്ടാവും. Please believe it not. ഫ്രണ്ട്സ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് നടന്ന് നമ്മൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ദൂരം ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന്. ബട്ട് ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ കാഴ്ചകൾ നടന്ന് കണ്ടിട്ട് നമുക്ക് സമയം പോകുന്ന അറിഞ്ഞില്ല. അത്ര വലിയ ക്ഷീണവും നമുക്ക് ഫീൽ ചെയ്തില്ല. ഇവിടെയാണ് നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ടിങ് ആവണേ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണ്ട. ഓക്കെ, സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. കുറേ പപ്പും പോലത്തെ സാധനങ്ങളൊക്കെയാണ്.
കണ്ടിട്ടുണ്ട്. ബോൾ എറിഞ്ഞിട്ട് ഇവരെ വെള്ളത്തിൽ താഴ്ക്കിയിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിന് ഉള്ളിക്ക് വണ്ടികൾക്ക് എൻട്രൻസ് ഇല്ല. എന്തൊക്കെയത് ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു മെക്ഡോണൾഡ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ടാക്കോ ബെൽ, ഫ്രണ്ട്സ് ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ആ തിക്കും തിരക്കവറി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാക്കിംഗ് സ്ട്രീറ്റോട് ബൈ ബൈ പറയണ്ട. ആ ബാക്കിൽ കാണുന്നൊക്കെയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. മോർണിംഗ് ടൈമിൽ ഇവിടെ വണ്ടികൾക്ക് പോകാം, നൈറ്റ് ടൈമിൽ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യും. പോലീസ് വണ്ടിയാണ് വരുന്നത്, സംശയം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി നാളെ വേറെ ഒരു യാത്രയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ നടന്നു പോകാനുണ്ട് നമ്മൾ ഹോട്ടലിലേക്ക്. അപ്പോൾ നടന്നു പോകുമ്പോൾ കണ്ട ഒരു സംഭവമാണ് നമ്മൾ ഗോ കാർട്ടിങ്. രണ്ട് വണ്ടികളുള്ളൂ.